യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനും കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ആദ്യത്തെ മാർപ്പാപ്പയുമായി കരുതപ്പെടുന്ന വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അറിയാം. ശിമയോൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. യേശുവാണ് അദ്ദേഹത്തിന് അറമായ ഭാഷയിൽ പാറ എന്ന് അർത്ഥം വരുന്ന പത്രോസ് എന്ന പേര് നൽകിയത്. ഗലീലി കടലിലെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു അദ്ദേഹം. തന്റെ സഹോദരനായ അന്ത്രയോസിനൊപ്പമാണ് അദ്ദേഹം യേശുവിന്റെ അടുത്തേക്ക് വരുന്നത്. ശിഷ്യന്മാരുടെ ഇടയിലെ വക്താവായും നേതാവായും പത്രോസ് അറിയപ്പെട്ടു. യേശുവിന്റെ രൂപാന്തരീകരണത്തിനും ഗെത്സമനെ തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്കും സാക്ഷ്യം വഹിച്ച 3 പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. യേശുവിന് പത്രോസിനോട് ഉണ്ടായിരുന്ന പ്രത്യേക പരിഗണനയ്ക്കും സ്നേഹത്തിനും പിന്നിൽ അദ്ദേഹത്തിന്റെ സവിശേഷമായ സ്വഭാവഗുണങ്ങളും യേശു അദ്ദേഹത്തിന് നൽകിയ വലിയ ദൗത്യവുമാണ് പ്രധാന കാരണങ്ങൾ. ബൈബിൾ രേഖകൾ പ്രകാരം ഇത് കൂടുതൽ മനസ്സിലാക്കാം. യേശു ആരാണെന്ന് ലോകം പല രീതിയിൽ പറഞ്ഞപ്പോൾ പത്രോസ് മാത്രമാണ് ഏറ്റവും വ്യക്തമായ ഉത്തരം നൽകിയത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. മത്തായി 16:16 ഇത് വായിക്കാവുന്നതാണ്. ഈ വെളിപ്പെടുത്തൽ പത്രോസിന് ലഭിച്ചത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണെന്ന് യേശു പറയുകയും ഈ വിശ്വാസത്തിന്മേൽ തന്റെ സഭ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മുൻകൈ എടുക്കുന്ന സ്വഭാവം പത്രോസിൻ്റെതായിരുന്നു. എടുത്തുചാട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും ശിഷ്യന്മാരുടെ വക്താവായി അദ്ദേഹം എപ്പോഴും മുൻനിരയിലുണ്ടായിരുന്നു. ഈ നേതൃപാടവമാണ് ശിഷ്യന്മാരെ നയിക്കാൻ പത്രോസിനെ യേശു തിരഞ്ഞെടുക്കാനുള്ള കാരണം. യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞെങ്കിലും പത്രോസ് അതിൽ അതീവമായി ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു. ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു പത്രോസിനോട് 3 തവണ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുകയും തന്റെ ആടുകളെ മേയിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പരാജയപ്പെട്ടവരെ സ്നേഹത്തോടെ വീണ്ടെടുക്കുന്ന യേശുവിന്റെ കാരുണ്യത്തിന് ഉത്തമ ഉദാഹരണമായിരുന്നു പത്രോസ്. യേശുവിനെ കാണാൻ കടലിനു മുകളിലൂടെ നടക്കാൻ ധൈര്യം കാണിച്ചത് പത്രോസ് മാത്രമാണ്. യേശുവിനെ പിടിക്കാൻ വന്നവരുടെ നേരെ വാൾ ഓങ്ങാൻ മാത്രം ആവേശവും സ്നേഹവും അദ്ദേഹം കാണിച്ചു. തന്റെ കുറവുകൾക്കിടയിലും യേശുവിനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ പത്രോസിന് കഴിഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അടുത്ത 3 പേരിൽ ഒരാളായിരുന്നു പത്രോസ്. വരാനിരിക്കുന്ന സഭയുടെ ഭരണപരമായ ഉത്തരവാദിത്വം പത്രോസിനെ ഏൽപ്പിക്കാൻ യേശു തീരുമാനിച്ചിരുന്നു. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് യേശു പറഞ്ഞത് പത്രോസിനോടുള്ള വലിയ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പത്രോസിന്റെ കുറവുകളേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെയും സ്നേഹത്തെയുമാണ് യേശു വിലമതിച്ചത്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു അദ്ദേഹത്തിന് നൽകിയ സ്നേഹപൂർണമായ മറുപടിയാണ് ഈ വീണ്ടെടുപ്പ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. യേശുവിന്റെ മരണശേഷം നിരാശനായ പത്രോസ് തന്റെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് മീനൊന്നും ലഭിച്ചില്ല. പ്രഭാതത്തിൽ തീരത്തു നിന്ന യേശുവിന്റെ നിർദ്ദേശപ്രകാരം വല വലത്തോട്ട് എറിഞ്ഞപ്പോൾ വലിയ അളവിൽ മീൻ ലഭിച്ചു. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് കടലിലേക്ക് ചാടി നീന്തി യേശുവിന്റെ അടുത്തെത്തി. യേശുവിനെ തള്ളിപ്പറഞ്ഞത് ഒരു തീക്കനലിന് ചുറ്റും നിന്നുകൊണ്ടായിരുന്നു. ഇവിടെ കടൽ തീരത്ത് ഒരു തീക്കനൽ കൂട്ടി അതിനു ചുറ്റും ഇരുന്നാണ് യേശു പത്രോസിനോട് സംസാരിച്ചത്. യേശു പത്രോസിനോട് 3 തവണ ഒരേ ചോദ്യം ചോദിച്ചു. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിന് തന്റെ സ്നേഹം 3 വട്ടം ഏറ്റുപറയുവാനുള്ള അവസരമാണ് യേശു നൽകിയത്. പത്രോസ് ഓരോ തവണയും അതേ കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് മറുപടി നൽകി. ഓരോ തവണ പത്രോസ് സ്നേഹം ഏറ്റുപറയുമ്പോഴും യേശു അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകി. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇതിലൂടെ പത്രോസിനെ കേവലം ഒരു ശിഷ്യനായിട്ടല്ല, മറിച്ച് തൻ്റെ സഭയുടെ ഇടയനായി, അതായത് നേതാവായി യേശു വീണ്ടും പ്രതിഷ്ഠിക്കുകയായിരുന്നു. പത്രോസ് ചെയ്ത വലിയ തെറ്റ് യേശു പൂർണ്ണമായി ക്ഷമിച്ചു എന്ന് ഈ സംഭവം കാണിക്കുന്നു. പത്രോസിന് തന്നിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു.
യേശു അദ്ദേഹത്തെ പഴയതുപോലെ വിശ്വസിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഈ സംഭവം നടത്തിയത്. ഈ വീണ്ടെടുപ്പിന് ശേഷമാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ധീരമായി പ്രസംഗിക്കുകയും 5000-ഓളം പേർ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തത്. തൻ്റെ കുറവുകളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന പത്രോസിനെ മാറോടണച്ച് സഭയുടെ തലവനാക്കി മാറ്റിയ യേശുവിൻ്റെ ആ വലിയ സ്നേഹമാണ് പത്രോസിനെ പിന്നീട് രക്തസാക്ഷിയാകാൻ പോലും പ്രേരിപ്പിച്ചത്. AD 64 നീനോ ചക്രവർത്തി റോമിലെ ക്രിസ്ത്യാനികളെ ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങിയ കാലത്ത് സഭയിലെ വിശ്വാസികൾ പത്രോസിനോട് റോം വിട്ടുപോകാൻ അഭ്യർത്ഥിച്ചു. കാരണം സഭയുടെ നേതാവായ അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവർ കരുതി. ആദ്യം വിസമ്മതിച്ചെങ്കിലും വിശ്വാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി പത്രോസ് റോമിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. റോം നഗരത്തിന് പുറത്തുള്ള അപ്യൻവേ എന്ന പാതയിലൂടെ പത്രോസ് നടന്നു പോകുമ്പോൾ എതിരെ ഒരാൾ കുരിശും ചുമന്ന് റോമിലേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. അത് തൻ്റെ കർത്താവായ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് അത്ഭുതത്തോടെ ചോദിച്ചു, "കർത്താവേ, അങ്ങ് എങ്ങോട്ട് പോകുന്നു?" യേശു മറുപടിയായി പറഞ്ഞു, "വീണ്ടും ക്രൂശിക്കപ്പെടുവാൻ ഞാൻ റോമിലേക്ക് പോകുന്നു." യേശുവിൻ്റെ ഈ മറുപടി പത്രോസിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. തൻ്റെ വിശ്വാസികൾ കഷ്ടപ്പെടുമ്പോൾ അവരെ ഉപേക്ഷിച്ച് ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോകുന്നത് തെറ്റാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. യേശു തനിക്ക് പകരം വീണ്ടും ക്രൂശിക്കപ്പെടുവാൻ തയ്യാറാകുന്നത് കണ്ട് പത്രോസ് ലജ്ജിച്ചു. ആ നിമിഷം തന്നെ അദ്ദേഹം തൻ്റെ യാത്ര നിർത്തി തിരികെ റോമിലേക്ക് നടന്നു. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഭയം പൂർണ്ണമായും മാറിയിരുന്നു. പകരം യേശുവിനെ പ്രഘോഷിക്കാനുള്ള വലിയ ആത്മധൈര്യം അദ്ദേഹത്തിന് ലഭിച്ചു. റോമിൽ തിരിച്ചെത്തിയ പത്രോസ് കൂടുതൽ ശക്തിയോടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ അദ്ദേഹം റോമൻ സൈന്യത്തിൻ്റെ പിടിയിലായി. മരണശിക്ഷ വിധിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ഭയപ്പെട്ടില്ല. മാത്രമല്ല, താൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ യോഗ്യനല്ലെന്ന് വിശ്വസിച്ച പത്രോസ് തന്നെ തലകീഴായി ക്രൂശിക്കാൻ ആവശ്യപ്പെട്ടു. കുരിശിൽ കിടക്കുമ്പോഴും അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയും ചുറ്റുമുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ഇന്ന് റോമിൽ പത്രോസിന് ഈ ദർശനമുണ്ടായ സ്ഥലത്ത് ക്വാ വാഡിസ് പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞ ആ പഴയ പത്രോസിൽ നിന്ന് കുരിശുമരണത്തെ പുഞ്ചിരിയോടെ നേരിട്ട ധീരനായ അപ്പസ്തോലനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം അതിശയിപ്പിക്കുന്നതാണ്.